ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ഫർവാനിയ ബ്ലോക്ക് 4 കെട്ടിടത്തിൽ ഇന്നലെ ഉച്ചയോടെയുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 5ആയി. മരിച്ചവരെല്ലാം സിറിയൻ പൗരന്മാരാണ്. സിറിയൻ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അവരുടെ ഫ്ളാറ്റിന് തൊട്ടരികിൽ താമസിച്ചിരുന്ന അംഗപരിമിതനായ ഒരാളുമാണ് മരണപ്പെട്ടത്. തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ച് ശ്വാസതടസ്സം നേരിട്ടാണ് മരണം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ ഫർവാനിയ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫർവാനിയയിലെ 5ാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ അപ്പാർട്ട്മെന്റിന് ഉൾവശത്തിനും കെട്ടിടത്തിന്റെ പുറംഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ടാക്സി പെർമിറ്റില്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയ 1100 ഡ്രൈവർമാർ സൗദി അറേബ്യയിൽ പിടിയിലായി. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സഹകരണത്തോടെ കഴിഞ്ഞ മാസം ഗതാഗത അതോറിറ്റി സൂപ്പർവൈസറി സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേരെ പിടികൂടിയത്. വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചും യാത്രാ സൗകര്യമൊരുക്കുന്ന അനധികൃത ടാക്സികൾക്കെതിരെ അധികൃതർ നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ബജറ്റ് വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കൽ തുടർക്കഥയാകുന്നു. കഴിഞ്ഞയാഴ്ച കേരള സെക്ടറിൽ വിമാനം റദ്ദാക്കലിന്റെ ഘോഷയാത്രയായിരുന്നു. കഴിഞ്ഞ ചൊവ്വ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കുള്ള 6 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. കേരളത്തിൽ നിന്നും മസ്കറ്റിലേക്കുള്ള സർവീസുകളും ഒഴിവാക്കിയിരുന്നു. മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കുമുള്ള സർവീസുകളാണ് ചൊവ്വാഴ്ച റദ്ദാക്കിയത്. ബുധനാഴ്ച മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കുമുള്ള വിമാനങ്ങളും റദ്ദാക്കി. വെള്ളിയാഴ്ച മസ്കറ്റ് കോഴിക്കോട് വിമാനവും ശനിയാഴ്ച മസ്കറ്റ് കണ്ണൂർ വിമാനവുമാണ് റദ്ദാക്കിയത്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നത് വാർത്തയല്ലാതാവുകയാണ്. തുടർച്ചയായി വിമാനം റദ്ദാക്കുന്നത് യാത്രക്കാരെ ശരിക്കും ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതിൽ ബന്ധുക്കളുടെ മരണമടക്കമുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടവരും ഉൾപ്പെടും. ടിക്കറ്റ് എടുക്കുന്നവർക്ക് യാത്ര മുടങ്ങുന്നത് ചില്ലറ പ്രയാസമല്ല ഉണ്ടാക്കുക. ചികിത്സ അടക്കമുള്ള നിരവധി കാര്യങ്ങൾക്ക് നിശ്ചിത സമയത്ത് നാട്ടിലെത്തേണ്ടവരും വിമാനം റദ്ദാക്കലിൽ ഉൾപ്പെടുന്നു. അതേസമയം ഇത്രയേറെ വിമാന സർവീസുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ റദ്ദാക്കിയിട്ടും ഒരു പ്രതികരണവും നടത്താത്ത പ്രവാസി സംഘടനകൾക്കെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട്. നാട്ടിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രസ്താവനകൾ നടത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവർ പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നത്തിനെതിരെ വായടക്കാൻ കാരണമെന്തെന്നാണ് പ്രവാസികൾ ചോദിക്കുന്നത്. റോയൽ ഒമാൻ പോലീസ് ഒമാനിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കുന്നു. ഈ വർഷം മെയ്, ജൂൺ മാസങ്ങളിൽ ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 58 പേർ പിടിയിലായതായി ആർഒപി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക നേട്ടത്തിനായി ആളുകളെ കടത്തിയതിന് ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ജൂൺ 13-ന് 2 ഏഷ്യൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തു. അനധികൃതമായി ഒമാനിൽ കടക്കാൻ ശ്രമിച്ച 13 ഏഷ്യൻ പൗരന്മാരെ വടക്കൻ ബാത്തിന കോസ്റ്റ് ഗാർഡ് പോലീസും പിടികൂടി. ജൂൺ 4-ന് 12 ഏഷ്യൻ നുഴഞ്ഞുകയറ്റക്കാരുമായി ഒരു ബോട്ട് വടക്കൻ ബാത്തിനയിൽ നിന്നും കോസ്റ്റ് ഗാർഡും പിടിച്ചെടുത്തു. 18 ഏഷ്യൻ പൗരന്മാരുമായി അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച ബോട്ട് മെയ് 28-ന് വടക്കൻ ബാത്തിന തീരത്ത് നിന്നും പിടികൂടി. 21-ന് 13,300 നിരോധിത സിഗരറ്റുകൾ കടത്താൻ ശ്രമിച്ച 3 അറബ് പൗരന്മാരുമായി ഒരു ബോട്ടും ദോഫാർ കോസ്റ്റ് ഗാർഡ് വിഭാഗം പിടിച്ചെടുത്തു. മെയ് 15-ന് 38,000 ചാക്ക് ച്യൂയിംഗം രൂപത്തിലുള്ള പുകയില കടത്താൻ ശ്രമിച്ച 4 അറബ് പൗരന്മാരെ ദോഫാർ കോസ്റ്റ് ഗാർഡ് പോലീസ് പിടികൂടിയിരുന്നു. വലിയ അളവിൽ ലഹരി പാനീയങ്ങൾ കടത്തിയതിന് മുസന്തം ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് 6 ഏഷ്യൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തു. അനധികൃതമായി നുഴഞ്ഞുകയറി ജോലിയിൽ പ്രവേശിക്കുന്നതും മറ്റും വലിയ അപകട സാധ്യതകളുണ്ടാക്കുന്നുവെന്ന് ആർഒപിയിലെ ജനറൽ ഓഫ് ഓപ്പറേഷൻസ് ബ്രിഗേഡിയർ മുഹമ്മദ് ബിൻ നാസർ അൽ ഹിന്ദി ചൂണ്ടിക്കാണിച്ചു. ഇത്തരം ആളുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. കുറ്റവാളികളെ തിരിച്ചറിയുന്നതിൽ അധികാരികൾക്ക് സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തും. മാത്രമല്ല അവരുടെ സാന്നിധ്യം ആരോഗ്യ സേവനങ്ങളെ തടസ്സപ്പെടുത്തുകയും പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത മസൂദ് പെസെഷ്കിയാനെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സയ്യിദ് ജലീലിയെ പരാജയപ്പെടുത്തിയാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റായി പാർലമെന്റ് അംഗം മസൂദ് പെസെഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്.
പരമ്പരാഗത ജലസ്രോതസ്സായ ഫലജുകൾ പുനഃസ്ഥാപിക്കുന്നതിനായി കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ബുറൈമി ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് വാട്ടർ റിസോഴ്സസ് 24 കരാറുകളിൽ ഒപ്പുവെച്ചു. മഹദ, ബുറൈമി വിലായത്തുകളിലാണ് ഫലജുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക. 5 ലക്ഷം റിയാൽ മൂല്യമുള്ളതാണ് കരാർ. ഫലജുകൾ സംരക്ഷിക്കുന്നതിനും പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ നിലനിർത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് കരാറുകളിൽ ഒപ്പുവെച്ചതെന്ന് ബുറൈമി ഗവർണറേറ്റിലെ അഗ്രികൾച്ചറൽ ആൻഡ് വാട്ടർ റിസോഴ്സസ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ നാസർ അലി അൽ മർഷൂദി അറിയിച്ചു. സൗദിയിൽ ചികിത്സ നടത്തേണ്ട അടിയന്തര സാഹചര്യമുണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചു. രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ കിട്ടാൻ ആശുപത്രികളും മെഡിക്കൽ ക്ലിനിക്കുകളും കാത്തിരിക്കാറുണ്ട്. ഈ അവസ്ഥയിലാണ് അധികൃതരുടെ അറിയിപ്പ്. അബുദാബിയിലെ തിരക്കേറിയ ഹൈവേയിൽ ഡ്രൈവർമാർ അശ്രദ്ധമായി വാഹനങ്ങൾ ലൈൻ മാറ്റിയത് മൂലമുണ്ടായ അപകടത്തിന്റെ ഭീകര ദൃശ്യം അബുദാബി പോലീസ് പങ്കുവച്ചു. പെട്ടെന്നുള്ള ലൈൻ മാറ്റം എങ്ങനെയാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് വ്യക്തമാക്കാനാണ് റോഡ് ക്യാമറകളിൽ പതിഞ്ഞ വീഡിയോ പോലീസ് പുറത്തുവിട്ടത്. ഇത്തരം പ്രവണതകൾക്കെതിരെ പോലീസ് കർശന മുന്നറിയിപ്പും നൽകി. ഇരുവാഹനങ്ങളും ലൈനുകളിൽ തുടരുകയോ ലൈൻ മാറുന്നതിനു മുമ്പ് മുൻകരുതൽ സ്വീകരിക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നും വ്യക്തമാക്കുന്നതാണ് പോലീസ് പുറത്തുവിട്ട 49 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ. ഹിജ്റ പുതുവത്സര ദിനം പ്രമാണിച്ച് ഞായറാഴ്ച ഷാർജയിൽ സൗജന്യ പാർക്കിംഗ്. ഷാർജ മുനിസിപ്പാലിറ്റിയാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. എല്ലാ ദിവസവും പെയ്ഡ് പാർക്കിംഗ് സംവിധാനമുള്ള ബ്ലൂ പാർക്കിംഗ് സോണുകളിൽ ഈ ഇളവ് ലഭിക്കുകയില്ല. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നിലവിൽ ഷാർജയിൽ പാർക്കിംഗ് സൗജന്യമുണ്ട്. ഞായറാഴ്ച സ്വകാര്യ മേഖലയ്ക്ക് അവധിയായിരിക്കുമെന്നും മാനവവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ഒമാനിൽ ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതിനാൽ ഇന്ന് മുഹറം 1 ഔഖഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് മുഹറം പ്രമാണിച്ച് ഇന്ന് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബർക്കയിലെ പ്രാദേശിക മാർക്കറ്റിൽ വെച്ച് കലഹിച്ച നിരവധി പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കൂട്ടം വിദേശികളെയാണ് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. മാർക്കറ്റിൽ നിന്നും സംഘം തിരിഞ്ഞ് ആളുകൾ തമ്മിൽ അടിപിടി കൂടുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കലഹത്തിൽ ഏർപ്പെട്ടവരെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹിജ്റ പുതുവത്സരത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്ക് പുതുവത്സരാശംസകൾ കൈമാറി. സന്തോഷവും ദീർഘായുസ്സും നേരുന്നതായും പുതുവത്സരം നല്ലൊരു വർഷമാകട്ടെയെന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന് കൂടുതൽ ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണെന്നും കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ അറിയിച്ചു.